ഇനി ഒരു അപരന്റെ കഥ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. സ്വന്തം വോട്ട് പോലും കിട്ടില്ലെന്നറിഞ്ഞിട്ടും മത്സര രംഗത്തിറങ്ങിയ ഒരു അപരനുണ്ട് തിരുവനന്തപുരത്ത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് കക്ഷിക്ക് വോട്ടുള്ളത്. പക്ഷേ തിരുവനന്തപുരത്താണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ അപരൻ 71-കാരൻ ശശിയുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. രേഖകൾ പ്രകാരം വയസ്സ് 71, പക്ഷേ യഥാർത്ഥത്തിൽ തനിക്ക് 65 ആയിട്ടുള്ളൂവെന്ന് വിളപ്പിൽശാല സ്വദേശി ശശി. പ്രായം എത്രയായാലെന്താ, ഈ വയസ്സാം കാലത്ത് ശശിയേട്ടനൊരു പൂതി. തെരഞ്ഞെടുപ്പിലൊന്ന് മത്സരിക്കണം. പിന്നൊന്നും നോക്കിയില്ല, കണ്ണും പൂട്ടിക്കൊടുത്തു ഒരു നാമനിർദ്ദേശ പത്രിക. മുമ്പ് കാലങ്ങളിലൊക്കെ ഞാൻ ഈ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇലക്ഷൻ വരുമ്പോഴൊക്കെ പ്രവർത്തിക്കും. അങ്ങനെ എനിക്ക് തോന്നി നാമനിർദ്ദേശം കൊടുക്കണമെന്ന് തോന്നി കൊടുത്തതാണ്. ശശി തരൂരിന്റെ അപരനാകലാണോ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ അല്ലേയല്ലെന്ന് ശശിയേട്ടൻ പറയും. ആരും ഇറക്കിയതല്ല, അത് സ്വന്തം ഇഷ്ടത്തിൽ തോന്നി ഇപ്പോൾ നോമിനേഷൻ കൊടുക്കുമെന്ന് തോന്നി കൊടുത്തതാണ്. കോവളത്തും തിരുവനന്തപുരത്തുമൊക്കെ ബന്ധുബലം ധാരാളമുണ്ടെന്ന് ശശിയേട്ടൻ. ബന്ധുവാര് ശത്രുവാരെന്നറിയാത്ത ഇക്കാലത്ത് സ്വന്തം വോട്ടെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചാൽ മറുപടി രസകരമാണ്. ചേട്ടൻ തിരുവനന്തപുരം മണ്ഡലം തന്നെയാണോ? അല്ല, ഞാൻ ആറ്റിങ്ങൽ മണ്ഡലമാണ്. അതായത് സ്വന്തം വോട്ട് കിട്ടില്ലെന്ന് ഉറപ്പാണ്. അതായത് കോഴിക്കോട് സ്വന്തമായിട്ട് കിട്ടാൻ അതിൽ പറഞ്ഞത്. എല്ലാവരും മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. വിജയപ്രതീക്ഷ എത്രയെന്ന് ശശിയേട്ടനോട് ചോദിച്ചപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് മറുപടി. ജയപ്രതീക്ഷ ഉണ്ടോ കേട്ടാ? ഒന്നും പറയാക്കില്ല, അങ്ങനെ പ്രതീക്ഷയൊന്നും പറയാക്കില്ല. ജനങ്ങൾ വോട്ട് ചെയ്യും പോലെ ഇരിക്കും. ജനങ്ങളാക്കാണ് താല്പര്യം, എനിക്കാണ് താല്പര്യം തോന്നി എനിക്ക് വോട്ട് ചെയ്യും. സംഗതി എന്തൊക്കെയായാലും നാലാൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഈ കട്ട സപ്പോർട്ടാണ് ശശിയേട്ടന്റെ കരുത്ത്. വീഡിയോ ജേർണലിസ്റ്റ് ഗോപൻ പ്ലാവോടിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.